ഛത്തീസ്ഗഡിലെ ദുർഗിൽ രണ്ട് കന്യാസ്ത്രീമാരെ അന്യായമായി അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ 9 ദിവസം പാർപ്പിച്ച് ജയിലിൽ കിടത്തി അവസാനം അത് NIA കോടതിയിൽ വിട്ട് അവരെ ട്രാഫിക് മനുഷ്യക്കടത്തിൻ്റെ പേരിലും നിർബന്ധ പരിവർത്തനത്തിൻ്റെ പേരിലും അന്യായമായി കള്ളക്കേസിൽ കുരുക്കിയാണ് ബജ്റാംഗ് ദളിൻ്റെ സമ്മർദ്ദത്തെ തുടർന്ന് ഛത്തീസ്ഗഡ് സർക്കാർ കേസെടുത്ത് അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ധരിച്ചത് ഈ ഒരു ഛത്തീസ്ഗഡിലുണ്ടായ ഈ വിഷയത്തെ തുടർന്ന് ഇന്ത്യയിലൊട്ടാകെ പ്രവർത്തിക്കുന്ന മിഷണറിമാർ, പ്രത്യേകിച്ചും ക്രൈസ്തവർക്ക് ആവശ്യമായ സംരക്ഷണം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും നൽകുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇപ്പോൾ ഒറീസയിൽ വീണ്ടും അത് ആവർത്തിച്ചിരിക്കുന്നു. ഒറീസയിലെ ജലേശ്വറിൽ വൈദികരെയും കന്യാസ്ത്രീമാരെയും ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ വസ്ത്രം വലിച്ചു കീറുകയും ബൈബിളുകൾ, അവരുടെ കയ്യിലുണ്ടായ ബൈബിളുകൾ ഒക്കെ നശിപ്പിക്കുകയും ചെയ്തു എന്നുള്ള വാർത്തയാണ് ആദ്യഘട്ടത്തിൽ കേൾക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ 19ഓളം വരുന്ന ബജ്റാംഗ് ദളിൻ്റെ പ്രവർത്തകരാണ് ഒറീസയിലെ ജലേശ്വറിൽ വൈദികർക്കും കന്യാസ്ത്രീകൾക്കും സമർപ്പിതർക്കും നേരെ ആക്രമണം നടത്തിയതെന്നാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത. അതിൻ്റെ വിശദാംശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും BJP സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ, കേന്ദ്രത്തിലും അതുപോലെ സംസ്ഥാന അധികാരത്തിലിരിക്കുമ്പോൾ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ, അതുപോലെ ക്രൈസ്തവർക്ക് നേരെയുള്ള നിരന്തരമായ ആക്രമണങ്ങളുടെ മറ്റൊരു ഉദാഹരണമാണ്. ഇതിൽ BJPക്ക് എന്താണ് പറയാനുള്ളത്? സംസ്ഥാന BJP നേതൃത്വം, കേരളത്തിലെ BJP നേതൃത്വത്തിന് എന്താണ് പറയാനുള്ളത്? ഛത്തീസ്ഗഡിൽ ഓടിയെത്തി അവിടുത്തെ കന്യാസ്ത്രീമാരെ മോചിപ്പിക്കുന്നത് തങ്ങളാണെന്ന് വരുത്തി തീർത്ത് അവിടെ നാടകങ്ങൾ അഭിനയിച്ച BJPക്ക് ഇപ്പോൾ ഒറീസയിൽ ആവർത്തിക്കപ്പെട്ടിരിക്കുന്ന മലയാളികളായ കന്യാസ്ത്രീമാരെയും വൈദികരെയും സമർപ്പിതരെയും ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്താണ് BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന് പറയാനുള്ളതെന്ന് കേൾക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. എന്തായാലും ഇതിൻ്റെ വിശദാംശങ്ങൾ അറിഞ്ഞതിന് ശേഷം കൂടുതൽ പ്രതികരിക്കുന്നതാണ്. നാളെ ഈ വിഷയം ശക്തമായി സഭയിൽ ഉന്നയിക്കുവാൻ വേണ്ടി UDF MPമാർ ശ്രമിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.